ആയിട്ടുള്ള എപ്പിസോഡ് ഇതാ നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് നമ്മുടെ കാര്യക്കാരെ ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യാം. നസീറിക്ക, ബിജുക്കുട്ടൻ ചേട്ടാ, ഹലോ. ഹലോ ബിജുക്കുട്ടൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സോ ഹാപ്പി തിരിച്ചു വന്നതില്. വെൽക്കം ബാക്ക്. നമുക്കിനി നമ്മുടെ ഓഡിയൻസിനെ കൂടെ വെൽക്കം ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പം പത്തനംതിട്ടയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പ്രമാടം LP സ്കൂളിലെ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യത്തെ ഐറ്റം ഇറക്കുവാണ്. സ്കിറ്റുമായി വരുന്നത് മാസ് 2.0 ആണ്. എന്തായിരിക്കും 2.0 എന്ന് ഞാൻ പറയാൻ കാര്യം, മനോജേട്ടനുണ്ട്, അജയ്ഷേട്ടന് പകരം അമലാണ് വരുന്നത്, പിന്നെ കൂടെ നമ്മുടെ സുമി ചേച്ചിയും. അപ്പൊ നമുക്ക് വേദി കളറാക്കാൻ അവരെ സ്വാഗതം ചെയ്യാം. ഇതായിരിക്കും വേറെ. ഞാൻ ചിട്ടയിൽ ടോം, ഭയങ്കര ചിട്ട. എനിക്ക് ചിട്ട എന്റെ ചേട്ടനെ പോലെ. എനിക്ക് എല്ലാ ചിട്ടവട്ടങ്ങളും ഞാൻ പാലിക്കുന്നവനാണ്. ഒറ്റയ്ക്കാണ് താമസം. ഞാൻ വെളുപ്പിന് ഏർലി മോർണിംഗ് 3 o'clock ഞാൻ നടക്കാൻ പോകും. 8 കിലോമീറ്റർ നടക്കും, ചിലപ്പോൾ 10 കിലോമീറ്റർ ഓടും. കുറേ പട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ചിട്ടയുടെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ആരും കൂടത്തില്ല. കാരണം ചിട്ടയില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ആരും കൂടത്തില്ലെന്ന് പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം കാര്യങ്ങളാണല്ലോ. അങ്ങനെ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന് ഉന്നതി ഉണ്ടാവത്തുള്ളൂ. അറിയാലോ, അതിപ്പോ ഭയങ്കരമാണ് ചിട്ട എന്ന് പറഞ്ഞാൽ. ഭയങ്കര അടിച്ചോടാ, നീ കുടിച്ചോ? കുടിച്ചോ, നല്ലതായിട്ട് വേറെ നിറഞ്ഞോ? 1/2 കിലോമീറ്റർ ആയാലും കൊതുക് തന്നെ കടിച്ചു. ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എല്ലാവരും പറയും ഞാൻ സൈക്കോയാന്ന് പറഞ്ഞത്. ഇരിക്കുന്ന പോലും ഞാൻ തുടച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കേ, ഇരുന്നേക്കാമേ. ഇരുന്നാ പറ്റത്തില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കഴിക്കാൻ രാവിലെ. അപ്പൊ കഴിക്കാനുള്ള സാധനം എടുക്കാം. മടക്കസാമുണ്ട്, കടയിലെ മുത്തച്ഛനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവനെ എടുത്ത് കഴിക്കാം. എന്റെ അച്ഛനെക്കാളിലും പ്രായമുണ്ട് മടക്കസാൻ. എനിക്ക് ഇഷ്ടം. ഓക്കേ അമ്മ, എനിക്ക് പഠിക്കണ്ട അമ്മ. എനിക്ക് വല്ലവരുടെയും വീട്ടിൽ നിന്ന് പഠിക്കണ്ട അമ്മ. ഞാൻ പറയുന്ന മര്യാദക്ക് നീ കേട്ടോണം. ഈ വീട്ടിൽ തന്നെ നിന്ന് അമ്മ, എനിക്ക് ഇവിടെ നിന്ന് പഠിക്കണ്ട അമ്മ. ഇനി കൂടുതൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചവിട്ടി ഞാൻ നിന്നെ ആ കുഴിയിലിടും. പിന്നെ ഞാൻ ചെയ്യാത്തത് ഇതിനകത്ത് നീയും കൂടെ കേറണം. അതുകൊണ്ട് മാത്രം ചെയ്യാത്തത്. എനിക്ക് ഈ ചെറുക്കൻ എന്നെ നാണം കെടുത്താൻ. ഈ ചെറുക്കൻ അങ്ങ് വയനാട് മുതൽ ഞാൻ പറയും ഈ ചെറുക്കനാണ്. അവിടെ നിങ്ങോട്ട് വെല്ലടിച്ചാൽ പോലും കേൾക്കത്തില്ല. അതുപോലെ കരച്ചില്ല. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഞങ്ങളങ്ങ് വയനാട്ട് സുൽത്താൻ ബത്തേരിന്ന് വന്ന അണപ്പല്ലങ്ങ് നൊന്തു. ബത്തേരി എന്ന് പറഞ്ഞപ്പോ ഉപ്പേരി എന്ന പോലെ ആയിപ്പോയി. എന്റെ മോൻ എൽദോ +2 ജയിച്ചവനെ അവിടെ അടുത്തെങ്ങാണോ ഒരു കോളേജിൽ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് ശല്യം വന്ന്. എന്റെ മോനായോണ്ട് പറയുന്നത് അങ്ങനെ അത് ആവേശം കൂടുമ്പോ എന്റെ ഒച്ച അങ്ങ് കുറയുക. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാന്ന്. ഹോസ്റ്റലിലോ എവിടുന്നെല്ലാം വരുന്ന പിള്ളേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ എന്റെ മോൻ അങ്ങനെ. ഞാനപ്പോ വിചാരിച്ചു ഇത് ഞങ്ങളുടെ സാറാ. പണ്ട് ഒരു 15 വർഷത്തിന് മുമ്പ് എന്റെ ഭർത്താവ് ചാക്കോ ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ സാറിന്റെ അടുത്ത് നിന്ന ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. വലിയ പഴയ ആൾക്കാരൊക്കെ ഇല്ല, അത് അങ്ങനെ പ്രായമുള്ളവരൊക്കെ ആകുമ്പോ അങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തി മര്യാദയ്ക്ക് ഒന്ന് പഠിക്കും. പക്ഷെ കേൾക്കത്തില്ല. നീ കേൾക്കണേ ഞാൻ ഊരുന്നില്ല. Johnny money, Johnny, you are my gunning money. Johnny money, Johnny. എന്താ സുഖമുണ്ടോ? സുഖമുണ്ട്. അതങ്ങനെ അല്ല, വല്ലവന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനത്തിനകത്ത് കിടന്ന് നിരങ്ങുമ്പോ നമുക്കൊരു സുഖം വരും. നിന്റെ തന്ത ഉണ്ടാക്കിയിട്ടേക്കുന്ന വകയിൽ അങ്ങോട്ട് വന്ന് കേറിയതല്ലേ? നീ പറഞ്ഞില്ലേ വല്ലവന്റെ വീടാന്ന്? ഇതൊന്ന് കാണിക്കുന്ന മര്യാദകളാണോ ഇത്? അച്ഛനോട് പറഞ്ഞു ഇതുപോലത്തെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ മേടിച്ചിടൂല്ലോ. അച്ഛൻ അതായത് എന്റെ കെട്ടിയോ പേര് പറഞ്ഞ ചാക്കോ മേടിച്ചിടുവന്ന് ഇതുപോലൊരു സോഫ. തലയണ മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഉടുമുണ്ട് പറിച്ച് ചുമ്മാട് കെട്ടി തലക്കടി വെച്ച് കിടന്നുറങ്ങുന്നവനാ ഇവന്റെ അച്ഛൻ, അഥവാ എന്റെ കെട്ടിയോ പേര് പറഞ്ഞ ചാക്കോ.
നിന്റെ അച്ഛൻ മേടിച്ചിട്ടില്ല. അങ്ങനെ കളിയാക്കണ്ട അച്ഛൻ്റെ നല്ല കാശുണ്ട്. ആ കാശുണ്ട്. ചെറുക്കനെ ഈ വയനാട് വരെ എറണാകുളം വരെ കൊണ്ടുവരണം. മനുഷ്യ നിങ്ങൾ ഇച്ചിരി പൈസ തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എന്നോട് എന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയുവാ. അമ്മയും മോനും കൂടെ മഞ്ഞക്കാട് യാത്രക്കാരുടെ മടി ബസ്സിൽ കയറുമ്പോ ഇടണം. എന്നിട്ട് പറയണ ഇവന് തന്തയില്ല, എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല, നാട്ടുകാരെ നിങ്ങൾ എന്തെങ്കിലും പൈസ തന്ന ആ പൈസ മേടിച്ച് ഇവനെ വണ്ടിക്കൂലിക്ക് കൊണ്ടുപോടീന്ന്. അതാണ് നിന്റെ അച്ഛൻ അഥവാ എന്റെ കെട്ടിയോൻ പേര് പറഞ്ഞ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഇത്രയും ദൂരം വന്ന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് നാട്ടിൽ പഠിച്ചാ പോരായിരുന്നു. അത് മാത്രമാണോ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എന്തായിരുന്നു പ്രശ്നം? അവിടുത്തെ സെക്യൂരിറ്റി എന്താ നമ്മളോട് പറഞ്ഞത്? ഈ നാട്ടിലെ ഏറ്റവും നല്ല ഹോസ്റ്റൽ ഈ ഹോസ്റ്റലാണ്, ഇവിടുത്തെ പിള്ളേരൊക്കെ മിടുക്കന്മാരാന്ന് അമ്മയോട് പറഞ്ഞോ? അങ്ങനെ അടിവരയിട്ട് പറയുന്ന ഹോസ്റ്റലിൽ ചേർക്കുകയേ ചെയ്യരുത്. കാരണം അവരും കൊച്ചിൻ റിഫൈനും കൂടി പുകവിടാനുള്ള മത്സരമായിരിക്കും. ഞാൻ അവിടെ പോയി നോക്കിയടാ, ഞാൻ നോക്കിയായിരുന്നു. നിനക്ക് നീ അവിടെ പോണ്ട. അമ്മ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുമോ ഇത്രയും വലിയ വീട്ടില്? എനിക്ക് ഇവിടെ ഒരു കൂട്ടുകാരില്ല. എന്നൊരു കാര്യം ചെയ്യട്ടെ, എന്റെ കൂട്ടുകാരെയും കൂടി ഇവിടെ കൊണ്ടു നിർത്തട്ടെ. നീ ഇവിടെ സിനിമ കാണാൻ വന്നേക്ക് വന്നോ? ടൂറിന് വന്നേക്ക് വന്നടാ. എടാ പഠിക്കാൻ വന്നവനാണെ പഠിക്കണം. ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പറ. അമ്മയ്ക്കൊരു കൂട്ടുകാരുണ്ടോ? എടാ ഇത്ര വേണ്ട നമ്മളോട് ചോദിക്കോ കൂട്ടുകാര്? എനിക്കാരും കൂട്ടുകാരൊന്നും വേണ്ട. ഇത്രയും നാള് നിന്റെ അമ്മച്ചി ജീവിച്ചത് ഒറ്റയ്ക്ക് തന്നെ. എനിക്ക് എന്താ കൂട്ടുകാരില്ലാത്തതെന്ന് നിനക്കറിയാവോ? ആരെങ്കിലും തീക്കനിൽ നക്കി നോക്കുവോ? അതെന്തൊരു സംസാരമാണ്? നിങ്ങളോട് ആ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് കൂട്ടുകൂടിയില്ല. കണ്ടോ? ഇപ്പൊ തുടങ്ങും കള്ളക്കരച്ചില്. കള്ളക്കരച്ചിലോടും അങ്ങ് സ്റ്റാർട്ടിങ്ങിനെ നീ എന്തോ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഈ കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടിയത് ഞാൻ പറയാം. ഈ കോളേജ് പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, സാറേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗതിയില്ല, ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ ചേർക്കണം എന്ന് പറഞ്ഞ് കള്ളക്കരച്ചിൽ കരഞ്ഞ് അവസാനം ആ പ്രിൻസിപ്പൾ പറഞ്ഞ് ഇവൻ ഫ്രീ ആയിട്ട് ഇവിടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് നാണം കെടുത്തി എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. നീ അങ്ങനെ പറയരുത്. ശരി, ആദ്യം ആ കറങ്ങുന്ന കസ ഇരുന്നോണ്ട് അവര് പറഞ്ഞായിരുന്നു അഡ്മിഷൻ തരാൻ ഫ്രീ ആയിട്ടെന്ന്. പിന്നെ അവസാനം ഇവരെന്നോട് പറയുക മാസം എന്തോ 5,000 രൂപ നിങ്ങൾ അടച്ചേ പറ്റത്തുള്ളൂ. അതെന്തൊരു മര്യാദകൾ അവർ കാണിച്ചത്? അവര് ഫ്രീ ആയിട്ട് അഡ്മിഷൻ തരാന്ന് പറഞ്ഞപ്പോ അമ്മ എന്തിനാ തിരിഞ്ഞു നിന്ന് ചിരിച്ചത്? അതെങ്ങനെ അവരറിഞ്ഞത്? CCTV പുഴുങ്ങാൻ വെച്ചേക്കണതല്ല. പിന്നെ അത് അറിഞ്ഞില്ലേ? ഒരു ക്ലൂ ക്ലൂവിന് വേണ്ടി ഞാൻ അമ്മയുടെ കാര്യമായിട്ട് ചവിട്ടിയില്ലോ. അമ്മ ഇതുപോലെ ഒരു ചവിട്ട എനിക്കിട്ട് തന്നോ? അയ്യോ, എനിക്ക് സമയമില്ല. നമുക്ക് ഒന്നുകൂടെ പോയി കരഞ്ഞ് ഒന്നുകൂടെ നമുക്ക് അതിനവിടെ സിനിമയുടെ ഓഡീഷൻ നടക്കുമല്ലോ, എപ്പോഴും പോയി കരഞ്ഞു കാണിക്കാൻ വേണ്ടിട്ട്. നീ നോക്കടാ, ഈ വീടിന് എന്തോ ഒരു കുറവ്. നമ്മുടെ വീട് പോലാന്നോ? എന്തെല്ലാം സൗകര്യം ഉണ്ട്. അത് ശരിയാ, നമ്മുടെ വീടെടുത്ത് ഈ വീടിന് മുമ്പിൽ കൊണ്ടുവച്ചാ പുൽക്കൂടാന്ന് പറയും. മര്യാദയോടെ നീ സംസാരിക്കും. നീ പലതും പറയും. എന്റെ പൊന്നെൽതാ മോനെ, നീ ഇവിടെ നിന്ന് അന്നെ നീ എങ്ങനെയാകുമ്പോ ഒരു 70-കാരന്റെ കൂടെ ഒരു 17-കാരൻ നിൽക്കുന്ന അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കമ്മേ. അക്കടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. നീ ഒരു അന്യ വീടാന്ന് നീ വിചാരിക്കേ വേണ്ട. നിന്റെ സ്വന്തം വീടായത്. ഇവിടെ കാണുന്നത് നിന്റെ അച്ഛൻ. നീ ഒരു സ്നേഹം അങ്ങോട്ട് കൊടുത്ത് നീ സ്നേഹം ഇങ്ങോട്ട് മേടിക്കണം. ആദ്യത്തെ ഒരു വിഷമമൊക്കെ കാണത്തുള്ളൂടാ. നീ കണ്ടു പറഞ്ഞു അങ്ങ് നിക്കണോടാ. ഇവിടെ കെട്ടിച്ചോണ്ട് വന്നേക്കുവാണോ? എന്റെ പൊന്നു മോളെ, അമ്മ പറയുന്നു. എന്റെ പൊന്നു മക്കളെ, ആദ്യത്തെ ഒരു വിഷമേ കാണത്തുള്ളൂ. നീ തന്നെ പറഞ്ഞല്ലോ പ്രായമായിട്ടൊരാള്. എടാ, ഈ കാണുന്ന വകകളെല്ലാം അയാൾക്കാണെങ്കിൽ മക്കളും ഇല്ല, ഭാര്യയും ഇല്ല. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ സൗണ്ടും ഇല്ല. നിനക്കറിയാമല്ലോ, ആവേശം കൂടുമ്പോ ഇപ്പൊ എന്റെ ഒച്ച പോവും. ആവേശം കുറക്കി കണ്ടന്റ് കയറ്റി. അതെ, അപ്പൊ അങ്ങനാണെങ്കിൽ 70 വയസ്സുണ്ട്. കണ്ടു അറിഞ്ഞു നിന്നാ നിനക്ക് സ്വന്തമാണ്. 70 വയസ്സോ? എനിക്ക് കിട്ടി. അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മ ഇങ്ങനെ കാണിക്കുമ്പോഴേ അറിയാലോ എന്തോ ഉടായ്പ പരിപാടിയാന്ന്. എനിക്ക് കിട്ടി. സത്യം പറ, ഇത് അടിച്ചു മാറ്റാനാണോ എന്നെ കൊണ്ട് നിർത്തണത്, അതോ പഠിക്കാൻ വേണ്ടിട്ടാണോ? ഞണ്ടോ? നിങ്ങളുടെ ഒരു ഉദ്ദേശം നടക്കത്തില്ല. അമ്മ ഇവിടെ നിറയെ ഞാനിവിടെ മരിക്കും. എനിക്ക് അന്തസ്സുള്ള വലിയൊരു വീട്ടിൽ നീ ചത്തു കിടക്കുന്ന കാണാമല്ലോ. എനിക്ക് എന്നാ ഒരു സ്ത്രീയോ? നിങ്ങളൊരു അമ്മയാണോ? അങ്ങനെ പറയണ്ട. നിങ്ങളൊരു അമ്മയാണോ? ഇപ്പൊ തുടങ്ങും കള്ളക്കരച്ചില്. ഇപ്പൊ വരും, 10 മാസത്തിന്റെ കണക്കിപ്പോ വരും. 9 മാസം നൊന്ത് പറ്റ ഒരമ്മയുടെ മുഖത്ത് നോക്കി ചേച്ചിമാരെ, സമൂഹമേ നിങ്ങളിത് സഹിക്കുവോ? കണ്ടോ പറഞ്ഞു കേട്ടോ, ഞാനൊരു അമ്മയാണോന്ന്. ഏതമ്മ ഇത് സഹിക്കും? ഇവനെ ഒറ്റ മോനെ പൊന്നെ പൊടിയെ കണ്ണേ കറലേ കാതേ കറന്ന് എന്ന് പറഞ്ഞോണ്ട് നടന്ന നിങ്ങളിത് സഹിക്കുവോ? ഞാനിതെങ്ങനെ അമ്മയാണോന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നു മോൻ ചോദിക്കുക, അമ്മയാണോ? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നീ അങ്ങനെയല്ല പറഞ്ഞത്. പലരും എന്റെ അമ്മേനെ കണ്ടിട്ട് എന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയാണോ എന്ന് ചോദിച്ചത്. ഞങ്ങള് തെറ്റാ. എന്റെ മോൻ അങ്ങനെ പറയത്തുള്ളൂ. അമ്മ മനസ്സമ്മാനത്തോടെ കേൾക്കണം. എന്നെ ഇവിടെ നിർത്തരുത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാനൊരു ഏകനാമ്മ. നീ ഏകനാന്ന്. വീട്ടിലപ്പോ നീ എന്തോ ചെതറി നടക്കുമായിരുന്നോ? സ്കൂള് കഴിഞ്ഞ് ഇവൻ ഇങ്ങോട്ട് വരും, ബാഗ് എടുത്തോ ഒരച്ചെറി, അത് എവിടെ പോയി വേണോ അവിടെ കിടക്കും. പിന്നെ സ്കൂൾ തുറക്കുന്നതിന്റെ അന്ന് എടുത്തോണ്ട് പോത്തുള്ളൂ. ഒരു ഫോണുമായിട്ട് വന്ന് വീടിന്റെ ഒരു മൂലയിൽ അങ്ങിയിരിക്കും. പിന്നെ പരിസരം എന്തുവാന്ന് വെച്ചാൽ ഇവൻ അറിയത്തില്ല. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഇവനെ കൂട്ടി വെച്ച് ചലന്തി വല നെയ്യുന്നു. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ 8 കാലിൽ നിന്നെ കൂടെ തട്ടിയേനടാ. നീ തട്ടിയേനെ. നീ ഏകനാന്ന് പറയുമ്പോ
അപ്പൊ നീ അല്ലേ എങ്ങനെ ആ വീട്ടിൽ ഞാനും ഇവന്റെ അച്ഛനും ഏകന്മാര് അതെ സ്വന്തം അച്ഛന്റെ പേര് മൊബൈലിൽ എന്തോ സേവ് ചെയ്ത് വെച്ചേക്കുന്നറിയോ പറയാറിയത്തില്ല പറയടാ ഡിസ്റ്റർബൻ കണ്ടോ പിന്നെ എന്റെ പേര് നല്ലതായോണ്ട് മാത്രം ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു നല്ലതോ അമ്മയുടെ പേര് എന്നാ സേവ് ചെയ്തേക്കണം മിടുക്കി മിടിക്കുന്നല്ല മുടക്കി മുടക്കിന്നാ ഞാൻ അമ്മയുടെ പേര് സേവ് ചെയ്തേക്കാം അതെന്താ മുടക്കി? അമ്മ എനിക്ക് +2 കഴിഞ്ഞ് ഡ്യൂക്ക് ബൈക്ക് മേടിച്ചതെന്ന് പറഞ്ഞ അമ്മ അത് മുടക്കിയോ അമ്മ മുടക്കിയില്ലേ അടുത്തൊരു സ്കൂളിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിപ്പിക്കാൻ പോകുന്ന പറഞ്ഞ അമ്മ അത് മുടക്കിയില്ലേ കൂട്ടുകാരുടെ കൂടെ മൂന്നാർ പോകുന്ന പറഞ്ഞ് അമ്മ അത് മുടക്കിയില്ലേ മുടക്കും അതിനൊക്കെ മുടക്കാനായിട്ട് എന്റെ ഇതില്ലാത്തോണ്ട് ഞാൻ ഇനി മുടക്കും ഞാൻ അപ്പൊ നിങ്ങൾ മുടക്കി തന്നെ ഞാൻ വിളിക്കും ഞാനാ നിന്റെ അമ്മ നീ അല്ല എന്റെ അമ്മ ഞാനാ നിന്നെ പ്രസവിച്ചത് നീ അല്ല എന്നെ പ്രസവിച്ചത് ഞാനാ അങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് പറയാം. സംസാരിക്കാൻ ഞാൻ അതെ, എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം എടാ, ഇല്ല. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ നിനക്ക് നീ ആരോടാണ് നീ സംസാരിക്കാൻ? അമ്മയോട് തന്നെ സംസാരിക്കും Sorry, വീട് മാറിപ്പോയി. ഞങ്ങളുടെ വീടല്ല എന്റെ വീട് അത് അറിയാമോ കഥ തുറന്നു കിടപ്പോ കയറി നിന്നിട്ട് വാ വെക്കുന്നു. Who are you? യുവും സോറി സാർ ക്ഷമിക്കണേ ക്ഷമിക്കാൻ ഇതാ ക്ഷമിക്കാൻ അങ്ങോട്ട്. ഏതാ ഈ സീർട്ട് കുറ്റി ഇതാ ഞാൻ പറഞ്ഞ സാറില്ലേ ചിട്ടേ മട്ടമുള്ള സാറ് ആണോ സിനിമയെ പോലും നായകൻ ഇത്രയും പഞ്ചില്ല ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണ് ഇത് അരക്കഷ്ണം പുട്ടുപൊടി മിണ്ടരുത്. സാറേ എന്റെ പേര് ഓമൻ ചിലപ്പോ സാറ് മറന്നു കാണും ഓമനോ എന്ന് പറയുമ്പോ മറക്കാൻ വേണ്ടി ഞാൻ അത്ര പൊട്ടരുന്നല്ല ഇപ്പൊ രീതി പറഞ്ഞത് ഓമനാന്ന് അതെങ്ങനെ മറക്കുന്നത് 15 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ചാക്കോ ഇല്ലായിരുന്നോ 5 വർഷത്തിന് മുമ്പ് ചാക്ക് മാത്രമല്ല ഇവിടെ സഞ്ചി ഉണ്ടായിരുന്നു. അമ്മേ ഓമനെ അല്ല സാറേ ഞാൻ പറഞ്ഞു തന്നത് 15 വർഷം മുമ്പേ ഇവിടെ ജോലി ചെയ്തൊരു ചാക്കോയുടെ ഭാര്യയാണ് ഞാൻ ഓമന 50 years old. ഓർത്തോക്കെ സാറൊന്ന് പിന്നെ അത് ആന്റിനെയോ ഓ ചാക്കോ ചാക്കോട് ഇത് എന്റെ മോൻ എൽദോ എന്തോ അല്ല എൽദോ ഇതാണ് എൽദോ അമ്മ ഓമനെ അങ്കിളുടെ പേരെന്നാ No call me uncle, only sir. സാറൊന്ന് വിളിക്കണം സാറിന്റെ പേരെന്താ എന്റെ പേരോ ടോം. ഇതിലും അത് പടക്കം തൊടാൻ പാടില്ലായിരുന്നു ടോം ചിട്ടയിൽ ടോം. അറിയാം ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ അവിടുന്ന് വിളിച്ചായിരുന്നു പക്ഷെ ഇവിടുന്ന് മറുപടി ഒന്നും കിട്ടിയില്ല വയനാട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരാൻ പറ്റത്തില്ല ഇവിടെ വന്ന് വിളിക്കണം എന്നെ. അങ്ങനെ വിളിച്ച് നല്ല സാറേ പറഞ്ഞു അമ്മ ഓമനെ അല്ല സാറേ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോൾ ഇവിടെ ലാൻഡ് ഫോണിൽ ഞാൻ വിളിച്ചായിരുന്നു അപ്പൊ സാർ കോൾ എടുത്തില്ല ഞാൻ ഫോൺ അങ്ങനെ ഫോണുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ വീട്ടിൽ. എനിക്ക് ഫോൺ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല മറ്റൊരാളും ഫോൺ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിട്ട എനിക്ക് പത്തനംതിട്ട പോലും എനിക്കൊന്നുമല്ല അതുപോലെ ചിട്ട എനിക്ക്. അതെ അറിയാം സാറേ പിന്നെ ഞങ്ങൾ ഈ ഫോണല്ലേ കിടക്കുന്നത് കളിക്കുന്നത് ഓ സാറേ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ ഞങ്ങള് ഇവിടുന്ന് 15 വർഷം മുന്നേ പോയല്ലോ കൊറേ നാള് ഞങ്ങള് ചെങ്ങന്നൂർ ഉണ്ടായിരുന്നു സാറേ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നിട്ട് രക്ഷപ്പെട്ടില്ല രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടല്ല ഒരു പച്ച പിടിച്ചില്ല പിന്നെ ഞങ്ങൾ തണ്ണീർമുക്കം പോയി അവിടെ ഒരു 4-5 മാസമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാ പിന്നെ ഞങ്ങൾ കാട് കയറി അങ്ങ് പോയത്. കൂടുതൽ കാട് കയറാതെ വന്ന കാര്യം പറയൂ. വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ സാറേ മോനെ അവൻ +2 ജയിച്ചു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഞങ്ങളുടെ ഒരു ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനെ പുറത്തൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഈ വീടിനകത്തുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം ഞങ്ങൾ സംശയം മൂക്കുവാണെങ്കിൽ ഈ വീട് പിടിച്ചൊന്ന് കുലുക്കി നോക്കത്തില്ലായിരുന്നു ഞാൻ കണ്ടുണ്ടോന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു സംശയത്തിലാ വന്നത് അപ്പം ഇവന് ഇവിടെ നമ്മുടെ സാറിന്റെ വീടിന്റെ അടുത്തൊരു കോളേജ് ഇല്ലായിരുന്നോ അതല്ലേ അവിടെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പ്രിൻസിപ്പാൾസുകളുണ്ട് അവിടെ. ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പാളേ ഉള്ളൂ മാറി വരും പ്രിൻസിപ്പാൾ മാറി വരും അതാണ് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് നിനക്ക് എന്താ വേണം അതെ സാർ പറയുന്ന എല്ലാം കറക്റ്റാ അപ്പം ഈ വീട്ടിൽ നിന്ന് ഇവനെ ഇങ്ങനെ പഠിപ്പിച്ചാലോ ഇത് കാണിക്കാനാ അല്ലെ അതല്ല ഇവിടെ നിർത്തി ഇങ്ങനെ പഠിപ്പിച്ചാലോ എന്ന് ഞാനും ആയിരുന്നു അത് തന്നെ പണ്ടത്തെ ശീലം മാറിയിട്ടില്ല ആവശ്യം കൂടുമ്പോ വെച്ചു ആവേശം കുറയ്ക്കാൻ ഒറ്റ കൂട്ട്. അതായത് ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് സാറിന്റെ കൂടെ ആകുമ്പോ ഒരു മര്യാദ ഒക്കെ ഉണ്ടാകുമല്ലോ അന്ന് വെച്ചിട്ടാ ഞാൻ ഇവനെ ഇവിടെ നിർത്താന്ന് മര്യാദ വേണം ഇവിടെ നിൽക്കുന്നെങ്കിൽ മര്യാദയും കാര്യങ്ങളും ഒക്കെ വേണം മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചിട്ടയോട് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സാറേ
മൂത്രമൊഴിക്കുന്ന സ്ഥലം എവിടെയാ? എത്ര വയസ്സുണ്ടാ നിനക്ക്? 17 വയസ്സ്. മൂത്രമൊഴിക്കുന്ന സ്ഥലം എവിടാന്ന് ടോയ്ലറ്റ് എവിടെയാ? അങ്ങോട്ട് പോട്ടെ, ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. ആ റൈറ്റ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ കയറണം, അതെന്റെ ടോയ്ലറ്റാ. അപ്പുറത്തൊരു മറയുള്ള ഒരു സാധനം ഉണ്ട്, അവിടെ ഇട്ടു. ഇതിനും ഭേദം പറമ്പിൽ പോയി ഒഴിക്കണതാ. ആ പറയൂ ഓമന. നന്നായിട്ട് പോകുന്നു സാറേ. സാറ് എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? അതെ, ഇപ്പൊ പറഞ്ഞ ഞാൻ വൈഫ് ഇല്ല, മക്കളില്ല, പിന്നെ 10-20 വയസ്സാകാറായി. പിന്നെ ഈ തറവാട് കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോകുമെന്നൊരു പേടി ഇരിക്കുന്നത്. അത് സാരമില്ല സാറേ, അത് കുഴപ്പമില്ല, അത് അല്ല സെറ്റ് ആവും. സെറ്റാക്കി എടുക്കണം. ഞങ്ങൾക്കൊന്നും ഇല്ല സാറേ. അതായിക്കോളൂ. ആരെങ്കിലും എന്തെങ്കിലും തന്ന് സഹായിക്കൂ. ആരെങ്കിലും സഹായിക്കുമല്ലോ, എത്ര ആൾക്കാരുണ്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവന് എന്ത് ചെയ്യുന്നു ചാക്കോ? ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ചാക്കോ അച്ഛൻ വെറുതെ ഇരിക്കുമല്ലേ? വെറുതെ ഇരുന്നോണ്ട് ബിസിനസ്. വാടാ അവിടെ. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? വയനാട്ടിൽ നിന്ന് വരെ പിടിച്ചു വെച്ചേക്കൊണ്ട് പെട്ടെന്ന് മൂത്രം പോയി. ഇവിടെ കറങ്ങി ചുറ്റുവട്ടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. സാറ് പറയുമായിരുന്നോ, സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്നും നോക്കി നടത്താൻ വേറെ ആരും ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിങ്ങനെ ചിട്ടയ്ക്കൊക്കെ വേണം ജീവിക്കാൻ. അങ്ങനെ സ്നേഹമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളടാ. നിന്നെ കാര്യമായിട്ട് നോക്കും, നിന്നെ മോനെ പോലെ നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുന്നത് ഭാര്യയൊന്നും ഇല്ലടാ ചെറുക്കാം. നീ സെക്കൻഡ് വേൾഡ് വാർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കൊച്ചച്ഛൻ ഉപയോഗിച്ചാണ് വേൾഡ് വാറിൽ ഇങ്ങനെ ഉപയോഗിച്ച് തോക്കായ സാധനം. അല്ലെ, ഇവനുമായിട്ട് യുദ്ധം ചെയ്യണ്ട സാറേ, ചെറുതായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ല, കൊച്ചച്ഛൻ ഉപയോഗിച്ചാൽ ഞാൻ ഇങ്ങനെ തുടച്ചു വെക്കും. കൊച്ചച്ഛനും അങ്ങനെ ഒരു ശീലമുണ്ട്, ഇങ്ങനെ തുടക്കുന്ന ശീലം. അപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ തുടച്ചു വെക്കും. കൊച്ചച്ഛൻ എന്തിയെ? വേൾഡ് വാറിൽ ഒരു വെടി വെച്ച് കഴിഞ്ഞിട്ട് കൊച്ചച്ഛന് തുടച്ചോണ്ടിരുന്നപ്പോൾ അടുത്ത വഴി വന്ന് കൊച്ചച്ഛൻ നെഞ്ചത്തങ്ങ് കയറി. അങ്ങനെ ഞങ്ങൾ ഇതിന് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന തോക്കാണ്. അതിൽ ഒരു ഉണ്ടയുടെ ഇത് കിടപ്പുണ്ട്, അത് പ്രയോഗിക്കാൻ ഇട വരുത്തരുത്. ഭാര്യയൊക്കെ എന്തേ? ഭാര്യ only 1 വീക്ക് കൂടെ ഉണ്ടായിരുന്നു, കളഞ്ഞിട്ട് പോകും. അതല്ലേലും അങ്ങനെ, അത് മേലെ ഒന്ന് ആരായാലും കളഞ്ഞിട്ട് പോകും. ഒരു വീക്ക് കൊടുത്തപ്പോ പോയെന്ന് പറഞ്ഞു. 1 വീക്ക് എന്നാ പറഞ്ഞത്. കേട്ടിട്ടുണ്ടോ? ഇത് അടുപ്പിന്റെ ചോട്ടിന്ന് പറയാൻ പാടില്ലായിരുന്നു. തീ പെട്ടെന്ന് കത്തൂല്ലോ. അമ്മേ ഓമനെ, സാറേ ഇവനെ ഇവിടെ നിർത്താനോ? സാറിന്റെ ശീലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ഇവൻ ഇവിടെ നിൽക്കും. എന്റെ ശീലങ്ങളെല്ലാം ഇവനെ ഞാൻ പഠിപ്പിക്കും. ആദ്യം ഞാൻ കഴിക്കട്ടെ. പഠിത്തത്തിലൊക്കെ എങ്ങനെ ഇവൻ? പഠിത്തത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ ഇവന്. സത്യം പറഞ്ഞാൽ വേറുള്ള കാര്യത്തിൽ ഇവൻ തലയിടാറേ ഇല്ല. അനുസരണയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട് സാറേ. If you want something, first you ask me, okay? ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ മുഖം കണ്ട അറിയത്തില്ല ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അതല്ല, അതിനകത്ത് പഞ്ചസാരയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊണ്ട് കളയുവാണ്, ഞാൻ തിന്നോളാം. ഈച്ച വന്ന് പിടിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. ഒരു 70 ലക്ഷം കിട്ടുന്ന പരിപാടി പറയട്ടെ. എന്തുവാ? എന്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കാമോ? എന്താ ഈ വട്ടൻ എന്നെ കൊല്ലൂല്ലോ. അല്ല ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ ചാക്കോ ഇവിടെ 15 വർഷത്തിന് മുമ്പ് ജോലി ചെയ്തായിരുന്നു. അവൻ വലിയൊരു മണ്ടനായിരുന്നു. അവൻ എന്റെ ഇതാണ് ബുദ്ധി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോയത്. മണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് ഞാൻ പറഞ്ഞാൽ തേങ്ങ ഇടാൻ പറഞ്ഞു. ഇവൻ തെങ്ങിന്റെ മേളിൽ കയറിയിട്ട് എന്റെ ചോദിക്കുക ഏതാ വിളഞ്ഞാൽ. ബുദ്ധി എന്റെ ആയിരുന്നു, ഞാൻ കൂടെ കയറി കോളത്ത് താങ്ങിട്ടേ പറഞ്ഞു ഈ തേങ്ങ അടച്ചിരുന്നു. എന്നിട്ട് ഞാൻ നിരങ്ങി താഴെ ഇറങ്ങി വന്നു. അല്ലെങ്കിൽ അവൻ ആ തേങ്ങ അടച്ചിട്ട് എന്റെ ഉച്ചയ്ക്ക് പോലാണെങ്കിൽ എന്റെ ബുദ്ധിക്ക് ഭംഗം വന്നതിനായിരുന്നു. ഒരു ദിവസം അവനോട് ഞാൻ രാത്രി പറഞ്ഞു നാളെ രാവിലെ ചന്തയിൽ പോകണമെന്ന്. അവൻ വെളുപ്പിന് എന്റെ ചന്തയിലങ്ങ് പോയി. എന്താ വാങ്ങിക്കാന്ന് അറിയത്തില്ലല്ലോ. ഞാൻ കൂടെ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് അവരെ കൊടുത്തിട്ട് ഞാൻ വേറെ വണ്ടി വിളിച്ചു കൂടെ വന്നു. അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളെന്നൊക്കെ. ആ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ഇല്ല, ഞാൻ രക്ഷപ്പെടും കേട്ടോ. അമ്മേ നീ ഈ മുട്ടുമടക്കാതെ കാലിന്റെ വെറുതെ തൊടൂ. ഓമ്പനെ തൊടൂ. ഞാനോ? മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കണം. മാതാപിതാക്കളെ കണ്ടാണ് മാതാപിതാക്കളാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ പിള്ളേർക്ക്. മാതാപിതാക്കൾ പറയുന്ന പോലെയാണ് പിള്ളേർ പഠിക്കുന്നത്. ചിട്ട മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടേണ്ടത്. എന്ത് എനിക്കറിയത്തില്ല സാറേ. തൊട്ട് നോക്കൂ, ഓമനെ തൊട്ട് നോക്കൂ. അമ്മയ്ക്കറിയത്തില്ല, സാറ് തൊട്. ഞാൻ തൊട്ടില്ല. തൊട്ടു, സാറ് തൊട്. ഓമന് തൊടേ. സാറ് തൊട്. ചിട്ടയാ പറയുന്നത്, ഓമന് തൊടേ. ഇയാള് തൊടറോ? ഓമന് തൊടേ. ഇയാള് തൊടറോ? താനുണ്ടാക്കണോ? താനുണ്ടാക്കാൻ വന്നപ്പോ തുടങ്ങുകയാണെങ്കിൽ ഈ അരക്കൊറ്റിപ്പുട്ട് നമ്മളെടുത്ത് കണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഇതിനെ എങ്ങനെ സംസാരിക്കണം? മാറിയുന്നേ. താനുണ്ടാക്കണോ? തൊറോ എനിക്ക് ഇങ്ങനെ കാണിക്കണം. വന്നപ്പോ അതിൽ തുടങ്ങിയല്ലോ പുട്ടേ. താൻ ആരാന്നോടോ തന്നെ വിചാരം? തന്നോട് ആരെങ്കിലും മിണ്ടുവോടോ? താൻ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ അടയിരുന്ന വലിയ ആളാവോടോ? ഗോൾഫ് വന്നേ. താൻ
എന്നെ കുറിച്ച് അറിയത്തില്ല. താൻ വയനാട് ചോദിക്കണോ? ഞാനാണ് കാണിച്ചത്. താൻ എന്തോ പറഞ്ഞല്ലോ, താൻ വായിക്കുന്നു. താൻ എന്തോ കോപ്പ് വായിക്കുന്നാണോ താൻ പറയണത്? പുസ്തകോ? ആരാടോ? പൗലോ കൊയിലോ ആരാടോ? എനിക്കറിയാം, കാക്കമ്മയുടെ കുട്ടി മുട്ടയിട്ടെന്നാ. അതാരാ? പള്ളിക്കോയില്. ഞാൻ ചോദിച്ച പൗലോ കൊയിലോ ആരാടോ? തനിക്കറിയത്തില്ലല്ലേ? തനിക്കറിയത്തില്ല. ആൽക്കമിസ്റ്റ് എന്താണോ പറയണോ? എനിക്കറിയാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. മിൽക്ക് മിസ്റ്റ് അല്ലേ? ഇവരാണോ വായിക്കണത്? അയാൾ വായിക്കാൻ അയാൾ വന്നപ്പോഴൊരു ചിട്ട, അയാളുടെ ഒരു ചിട്ട. ഇവിടെ താൻ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുവോ? ഞാൻ അറിയത്തില്ലല്ലോ, വന്നാലും ഞാൻ ചത്ത് കിടക്കും. ഇയാളുടെ ഒരു ചിട്ട. തനിക്ക് നാണം ഉണ്ടോ? താൻ എന്തോടോ കഴിക്കണത് രാവിലെ എണീറ്റ്? ബ്രെഡ്. ഇവിടെ താൻ അൽഫാം മന്തി എന്ന് കേട്ടിട്ടുണ്ടോ? താനത് തിന്നിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ജീവിതമാണോടോ? അയാൾ വന്നപ്പോ അയാളുടെ ഒരു ചിട്ട അഹങ്കാരം. നമ്മുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ അമ്മ? ഞാൻ വേണ്ടെന്ന് വിചാരിച്ചപ്പോ വെച്ച് കേട്ടി തരും ഞാൻ. അയാളുടെ ഒരു തൊപ്പി. ഞാൻ നല്ല മര്യാദക്ക് ഇതിന് ഇച്ചിരി എടുത്തപ്പോ എന്നായിരുന്നു? ഞങ്ങൾ എന്നെ മടക്കസ്ഥാൻ കാണാത്ത നാട്ടിൽ നിന്ന് വരുവാണോ? ഇതിന് നല്ലത് നമ്മുടെ അവിടെ ഇല്ലേ അമ്മ? എനിക്ക് എന്റെ കോണം എനിക്ക് എനിക്കറിയാമായിരുന്നു എന്റെ പൊന്നി സാറേ ഇത് ഇങ്ങനെ വരുത്തുള്ളന്ന്. ഈ ചെറുക്കൻ ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ് സാറിന്റെ അടുത്തോട്ട് വന്നത്. ക്ഷമിക്കണേ സാറ്. ഇപ്പൊ ഓമന ഇവിടുന്ന് പോണം, ഇവനെ ഇവിടെ വേണം. പഠിപ്പിച്ചു തരാനോ? സന്തോഷമായി എന്റെ പൊന്നി സാറേ. അവിടെ പോവാണോ? വീടല്ലേ ഉമ്മനല്ലേ? സുമി ചേച്ചി, അമല, മനോജേട്ടാ, സ്കിറ്റിന്റെ ഇടയിൽ ത്രൂ ഔട്ട് നമ്മുടെ കാര്യമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അസിസിക്ക് ഇങ്ങനെ മറിഞ്ഞു ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം അസിസിക്കയോട് ചോദിക്കാം. ചെങ്കളെ കിഡില സ്കിറ്റ്. മനോജ്, ഞാൻ മനോജിൻ്റെ ഭയങ്കര ഫാനായി മാറിയിരിക്കുകയാണ് കേട്ടോ, സീരിയസ്ലി. കാരണം മനോജിൻ്റെ കഴിഞ്ഞ സ്കെഡ്യൂളിൽ ഒരു അമ്മായിയായിട്ട് വന്നതും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു ചിട്ട ഉള്ള ഒരാളായിട്ട് അത് കറക്റ്റ് നമുക്ക് ആ ക്യാരക്ടർ ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു രക്ഷയില്ലായിരുന്നു മനോജെ. പിന്നെ സുമി ഒന്നും പറയണ്ട എൻ്റെ പൊന്നു. ഇപ്പോഴും നമ്മൾ പറയാം, ഞാനും വിജയണ്ണനും പറയായിരുന്നു, നമുക്ക് ആരൊക്കെയോ മിസ്സായി പോയ നമ്മളാ പഴയ നടിമാരെയൊക്കെ സുമിയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു. സീരിയസ്ലി പറ, ഗംഭീരം. പിന്നെ അമലിൻ്റെ ഞാൻ വയസ്സ് ചോദിക്കുന്നില്ല, പക്ഷെ അമലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അമൽ ഒരു ക്യാരക്ടർ ചെയ്താൽ ഭയങ്കര രസമാണ് കേട്ടോ. ഗംഭീര ആക്ടറാണ്. അതിലുപരി ഞാൻ ഒരു കാര്യം ചോദിച്ചു, ജീവിതത്തിലും ആരെങ്കിലും മറ്റേ അംഗീകരിക്കാതിരിക്കുക, മറ്റേ തറുതല പറയുക അങ്ങനെ ഉള്ള ആളാണ് അല്ലല്ലോ? പക്ഷെ കണ്ട അങ്ങനെ തോന്നുന്നു സീരിയസ്ലി. പിന്നെ രണ്ടാമത് ഇപ്പൊ അമ്മയും മകനായിട്ട് ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടില്ല ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ട് അമ്മയും മകനായിട്ട് ആ പുണ്യ മനസ്സല്ലേ? പക്ഷെ ഒരു കാര്യം, സുമീയുടെ മകനായിട്ട് തന്നെ ഫീൽ ചെയ്യും. സത്യം, നിങ്ങൾ രണ്ടുപേരും വന്നാൽ സുമിയുടെ മകനായിട്ട് തന്നെ അങ്ങ് ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ല. കൊച്ചപ്രദീപിന്റെ അച്ഛനായിട്ടും ഫീൽ ചെയ്യും. വന്നാൽ ഉണ്ടല്ലോ അവര് ചെയ്താണ് ഫീൽ ചെയ്യും. എൻ്റെ പൊന്നു, എനിക്ക് ഇതിൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഗംഭീരം, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ ഒരു സിനിമ ഡിസ്കഷനിലിരുന്നപ്പോൾ മനോജിൻ്റെ പേര് അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു കേട്ടോ. കാരണം നല്ലൊരു സിനിമ ആയിരിക്കും അത്. മനോജൻ മിക്കവാറും ഒരു വിളി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും വരും, ആ 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ 3 പേരെയും കണ്ടതിൽ. ഗംഭീരം. ഗംഭീര കമന്റ്സ് ആണ് അസിസിക്ക പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നസീറൊക്കെ എടുത്ത് ചോദിക്കാം. അത് തന്നെ ഗംഭീരം. ഇതിൽ ആരാ സ്കോർ ചെയ്തത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം 3 പേര് ഈക്വലാണ്. ഗംഭീരമായിട്ടാണ് 3 പേരും ചെയ്തത്. 3 പേർക്ക് 3 സ്റ്റൈലാണ്. അഭിനയം തന്നെ 3 സ്റ്റൈലാണ്. മനോജ് ഒരു വഴിക്ക്, അമലൊരു വഴിക്ക്, സുമി ഒരു വഴിക്ക്. 3 പേര് ഇങ്ങനെ മത്സരിച്ചങ്ങ് അഭിനയിക്കുകയാണ്. ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നിങ്ങൾ നല്ല ടൈം എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ആ നോട്ടവും ആ പേടിപ്പിക്കുന്നതും ആ ചിരിയും കൂടെ ഉള്ളൊരു സാധനമില്ലേ, അത് 1-2 പ്രാവശ്യം മതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ അത് ഫുള്ളും എന്തോരം ചെയ്തോ അത്രത്തിനും ചിരിച്ചു. ഇനി ചെയ്താലും അത് ചിരിക്കും. അത് അത്രയും നിങ്ങളത് കൊണ്ടുപോയി. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കണ്ടന്റ് നല്ല രസമുള്ളൊരു കണ്ടന്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ കൗണ്ടറുകളും ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള കൗണ്ടറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ സുമിയുടെ കുറേ സാധനങ്ങൾ, സുമിയെ എത്ര പറഞ്ഞാലും മതിയാകില്ല. അസീസ് പറഞ്ഞതുപോലെയല്ല, അതിനൊക്കെ മേളിലാണ് സുമി. ഒരുപാട് നടികളുടെ ആ കുറവ് സുമി സത്യത്തിൽ ഈ വേദിയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് ലൈഫായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചു. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ അടിപൊളി ചേട്ടാ.
നല്ല കിടിലൻ സ്കിറ്റായിരുന്നു. താങ്ക് യു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനയ മുഹൂർത്തമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളത് കൗണ്ടർ പറയണമെന്നൊക്കെ നമുക്കറിയാലോ. ആര് പറഞ്ഞാലും ഏത് സൗണ്ടിൽ പറഞ്ഞാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആ കൗണ്ടർ കറക്റ്റ് താളത്തിന് പറഞ്ഞാൽ മതി, ചിരിക്കും. പക്ഷേ ഇതിനകത്ത് കൗണ്ടർ അല്ല കൂടുതൽ, ഇതിനകത്ത് കുറേ എന്താ പറയണത് ഫേസിലെ എക്സ്പ്രഷൻ കൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റിയത്. കാരണം അതിപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഒന്നും കൂടി റിപ്പീറ്റ് വാച്ച് ചെയ്താലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും മാത്രം നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ച്, ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ച് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവുള്ള ആർട്ടിസ്റ്റുകളെ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊക്കെ തന്നെ. പക്ഷേ അത് നിങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ അസീസ് പറഞ്ഞ് ഒരു ചർച്ചയിൽ മനോജിൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞതിൽ അർത്ഥം. നിങ്ങൾക്ക് 3 പേർക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് തന്നെ ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള ചിരിപ്പിക്കൽ ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിലോട്ട് വരുമ്പോഴും ഈ ക്ലൈമാക്സ് നല്ല അടിച്ചു പൊളിച്ച് വെക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിടണം നിങ്ങൾ. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ. സൂപ്പർ, നല്ല കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എത്രയാണ് ഇന്നത്തെ മാർക്സ് എന്നറിയാം. അസീസിക്ക എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അസീസിക്ക 20,000. ഓക്കെ, ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 2,000 രൂപ കൂട്ടി കൊടുക്കാം. 22,000. ഓക്കെ, അപ്പൊ 42,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്കറിയാം ഫൈനലിക്ക. അവരത്രയും കൊടുത്തപ്പോൾ ഞാൻ അറിഞ്ഞു കൊടുക്കണമല്ലോ. പിന്നെ വേണ്ടേ? അപ്പൊ അറിഞ്ഞുള്ളത് ദാ കിടക്കുന്നു. സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി, സൂപ്പർ. നമ്മളെല്ലാവരും ഒരുപാട് ചിരിച്ച സ്കിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. മനോജ് ചേട്ടാ പറയൂ. ഈ കണ്ടന്റ് സുമിയാണ് പറഞ്ഞത്. വീട്ടിലിരിക്കും എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഇതിനെ കണ്ടന്റ് ഒക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കും. ഇവള് പറഞ്ഞപ്പോഴേ നമ്മൾ ജയാടി എന്ന് പറഞ്ഞു. സുമിയാണ് ഈ കണ്ടന്റിന്റെ ആശാട്ടി. സുമി ചേച്ചിക്ക് ഒരു കൈയടി. അതിനകത്ത് ഏറ്റവും കൂടുതൽ പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാരാണെങ്കിലും ഇച്ചിരി കാശുള്ളവരുടെ വീട്ടിൽ പോയി നമുക്ക് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര മടി തോന്നും. അവിടെ നിൽക്കാനൊരു സാഹചര്യം അതെല്ലാം സുമി എന്നോട് വിശദീകരിച്ച് തന്നപ്പോഴാണ് ഞങ്ങൾ ഈ സ്കിറ്റ് ഇങ്ങനെ ചെയ്യാം ഞാൻ ആക്കാൻ തോന്നുന്നത്. നമ്മൾ ഒരുപാട് സ്കിറ്റിന്റെ കണ്ടന്റ് സുമിയാണ് പറഞ്ഞിട്ടുള്ളത്. അമലിന്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്കിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിജയൻ ചേട്ടൊക്കെ പറഞ്ഞ പോലെ ഈ 3 പേര് നായകന്മാരായിട്ടുള്ള ഒരു ഇതാണ് നമ്മളെല്ലാ സ്കിറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ 3 പേർക്കും പ്രാധാന്യം കൊടുത്തിട്ടേ നമ്മളതിൽ ഒരാൾക്ക് കൂടുതലോ കുറവോ അങ്ങനൊന്നും ഇതില്ല. ഇനി അമലിന്റെ വിശേഷം പറ. സന്തോഷം. മനേട്ടൻ്റെ കൂടെ സ്കിറ്റുകൾ ഞാൻ ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോൾ ടിക്കിടും. പിന്നെ ആർട്ടിസ്റ്റ് ഞാൻ ഒട്ടുമിക്ക എല്ലാവരുടെയും കൂടെ ഇവിടെ സ്കിറ്റ് ചെയ്തു. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. നീ കണ്ടന്റ് റാണി. അല്ല, കണ്ടന്റ് ശരിയാണ്, ഒരു ത്രെഡ് പറഞ്ഞു. പക്ഷെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യും. പിന്നെ റൂട്ടും കാര്യങ്ങളും ഒക്കെ അമലും മനോജനും ഒക്കെ തന്നെയാണ്. അല്ല, എന്നാലും 3 പേരും ഒരു നമുക്ക് അടിത്തറയുണ്ടെങ്കിലല്ലേ വീട് കെട്ടാൻ പറ്റും. അടിത്തറ നല്ലതൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് പണിതെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലേ മനോജേ? തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം സിൽവർ അടിച്ചതിൽ. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് ഒരു മൊമെന്റോ നൽകുന്ന ചടങ്ങാണ്. നമ്മുടെ ഓഡിയൻസ് നിങ്ങൾക്കായിട്ടൊരു മൊമെന്റോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പത്തനംതിട്ടക്കാരുടെ ആ ഒരു മൊമെന്റോ സമർപ്പിക്കാനായിട്ട് നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ഒരാളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്കായിട്ടുള്ള മൊമെന്റോ ആണ്. നമ്മുടെ ഓഡിയൻസ് ഫ്രം പത്തനംതിട്ട സമർപ്പിക്കുന്നതാണ്. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിലെ ടീച്ചർമാരാണ്. LP സ്കൂളിലെ ടീച്ചർമാരാണ്. ടീച്ചറെ ഒരിക്കൽ 2 വർഷത്തിന് മുമ്പ് അവിടെ എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്റെ മോനും അവിടെ പഠിച്ചത് പ്രമാണം LP സ്കൂളിലെ പത്തനംതിട്ട പ്രമാണം LP സ്കൂളിലെ ടീച്ചേഴ്സാണ്. എന്റെ നാട്ടുകാരാണ് ഇരിക്കുന്നത്. നീ മിടുക്കനാണ് മോനെ. അവിടെ പോയ 200 പേരെ കാണും. ഇത് കോടിക്കണക്കിന് ജനങ്ങൾ കാണും. എല്ലാരും അല്ലെ, നമ്മുടെ ജനങ്ങൾ ഫുൾ കേരളത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇത് ടീച്ചറാണോ രണ്ടുപേരും പഠിപ്പിച്ച? എന്നെ പഠിപ്പിച്ചല്ല, എന്റെ മകനെ പഠിപ്പിച്ച ടീച്ചർമാരാണ്. ഞാൻ അവിടാണ് പഠിച്ചത്. കൂടെ പഠിച്ചതല്ലേ? അല്ല, ഇപ്പൊ കാണുമ്പോ മകനെ പോലെ നിൽക്കുന്നത്. എന്തായാലും അസീസിക്ക, ബിജുക്കുട്ടൻ ചേട്ടൻ, നസീർക്ക, നമ്മൾ മനോജേട്ടനുള്ള ആ ഒരു ആദരവ് ഇപ്പൊ കൊടുത്തു. ഇനി നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഓഡിയൻസ് അടുത്ത മൊമെന്റോ ആർക്കായിരിക്കും? പത്തനംതിട്ടക്കാർക്കായിട്ട് ഒരു മൊമെന്റോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ ടീം പത്തനംതിട്ടയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹരിച്ചേട്ടൻ, സുത്തേട്ടൻ, രാജേഷ് ചേട്ടൻ, ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം.
അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. നമ്മുടെ ടീച്ചർമാർക്ക് ഒരുപാട് നന്ദി. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം ഗവൺമെന്റ് LP സ്കൂളിലെ ടീച്ചേഴ്സാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്ന കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞതാണ്. ഞങ്ങളുടെ സ്കൂളിലെ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഏകദേശം ഒരു 50ഓളം കലാകാരന്മാരെ സ്കൂളിൽ വിളിച്ചു വരുത്തി ഞങ്ങൾ ആദരിച്ചിരുന്നു. ആ സമയത്ത് ഇവരെല്ലാം ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ആയിരുന്നത് കാരണം ഇവരെ എവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് ഇവർക്ക് കൊടുക്കാൻ. ഒരുപാട് സന്തോഷം ടീച്ചർ. എല്ലാവരും കൂടി വന്ന് നമ്മുടെ കലാകാരന്മാർക്കുള്ള ഒരു ആദരവ് കൊടുത്തതിന് തിരിച്ച് ഇന്നത്തെ ഒരു എൻറ്റയർ ഡേ നിങ്ങളെ നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ സിൽവർ പഞ്ച് അടിച്ച് നമ്മുടെ ടീമിന് ഒരിക്കൽ കൂടി ഒരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ഒരു കിടിലൻ മിമിക്രി പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് നമ്മുടെ കോഴിക്കോട് നടത്തിയ ഓഡിഷൻ എന്നാണ്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകാരന്റെ നാട് പത്തനംതിട്ടയിലാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ട്രാവൽ ചെയ്ത് കോഴിക്കോട് വരെ വന്ന് സെലക്ഷൻ വാങ്ങി ഇതാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോവാണ്. അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ഹരി അരൂർ. നമസ്കാരം ഹരി ചേട്ടാ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അപ്പൊ മിമിക്രിയാണ് ഐറ്റം അല്ലേ? മിമിക്രിയാണ്, ശബ്ദാനുകരണമാണ്. ഓക്കെ. അപ്പം ഹരിചേട്ടൻ കംപ്ലീറ്റ്ലി ആർട്ടിസ്റ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു എക്സ് ഗൾഫാണ്. അതിന് ഇപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റ് പ്രൊഫഷൻ ആക്കി എടുത്തു അതിന്റെ കൂടെ മിമിക്രി ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റത്തിലേക്ക് കടന്നാലോ? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്നവരുടെ സൗണ്ട് ലൈവായിട്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും. നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ പുതിയ പ്രതീക്ഷകളോടെ പുതിയ സർക്കാർ രൂപീകരിച്ച് അതിന്റെ ക്യാപ്റ്റൻ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറിന്റെ ശബ്ദം ഒന്ന് സ്വീകരിക്കാനൊന്ന് ശ്രമിക്കാം. VD സതീശൻ സാർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എന്തും മറുപടി പറയണം, എപ്പോ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ 12 ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ മൗനി ഭാവയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്? ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കാനിറങ്ങുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ കേരള ഹൗസിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ എന്തെങ്കിലും നിങ്ങളിത് മറച്ചു വെക്കുമോ? നിങ്ങളെ കാര്യം മറന്നിട്ടില്ല. നമ്മളെല്ലാവരുടെയും കാര്യം പരിഗണിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗംഭീരം. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാറിന്റെ സൗണ്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആരും അനുകരിച്ച് ഞാൻ കേട്ടില്ല ചേട്ടാ. സൂപ്പർ. അതല്ല ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. എനിക്കൊക്കെ ശരിക്കും നേരിട്ട് TV-ൽ അല്ലാതെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം. പറവൂരുള്ള എല്ലാവർക്കും ഓൺ വോയിസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നമ്മള്. ഇത് പെർഫെക്റ്റ്. അയ്യോ അടിപൊളി. ഗംഭീരം. അടുത്തായിട്ട് നമുക്ക് ദൃശ്യം എന്ന മൂവിയില് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് മുരളി ഗോപിച്ചേട്ടൻ ചെയ്ത കഥാപാത്രത്തിന്റെ വോയിസ് ഒന്ന് അവനീകരിക്കാം. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിക്കുമായിരുന്നെങ്കിൽ ഈ ലോകം അത്ര നന്നായി പോലെ മിസ്റ്റർ പ്രഭാകരൻ. എനിക്കിതൊരു വില്ലൻ കേസല്ല. എന്റെ സുഹൃത്തായ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ദിസ് ഇസ് എ വാർ. അയാൾ തുടങ്ങി വെച്ച യുദ്ധം. മൈൻഡ് ഇറ്റ്. ദിസ് ഇസ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ, ദിസ് ഇസ് എ റീ ഇൻവെസ്റ്റിഗേഷൻ. യാതൊരുവിധ സിസ്റ്റമാറ്റിക് സപ്പോർട്ടും ഈ കേസിൽ ഞാൻ കേട്ടിട്ടില്ല. ഇത് 80% ഓഫ് ദ കേസ് ഇൻ ദിസ് കൺട്രി ഈ സിസ്റ്റമാറ്റിക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഫെയിൽ ചെയ്യുന്നത്. ബട്ട് ദാറ്റ് മാൻ ഈസ് എ ക്ലാസിക് ക്രിമിനൽ. ഹി ഗോട്ട് ഫ്രീ നൗ. അടിപൊളി. രണ്ടായിട്ട് നമ്മളെ അടുത്തായിട്ട് ഒരു പഴയകാല നടൻ ജഗന്നാഥ വർമ്മ. ഒരു വശത്ത് ഈപ്പച്ചൻ തനിച്ച്, മറുവശത്ത് കുന്നേലവകുട്ടിയും കടയാളികളും. വർഷം 10-15 ആയില്ലേ ഈപ്പച്ചൻ? നിങ്ങൾ ഇരുവട്ടും കൂടി ഈ മധ്യമേഖലയിൽ നിങ്ങൾ കടപിടി കൂട്ടുന്നു. ഇക്കണ്ട കാലമത്രയും ജയിച്ചത് മുഴുവൻ ഈപ്പച്ചൻ. ഇവരും കടയാളികളുമൊക്കെ എന്നും തോറ്റെന്നിട്ടല്ലേ ഉള്ളൂ. 40-45 വട്ടക്കാലം മധ്യ തിരുവിതാംകൂറിലെ ഇക്കണ്ട റേഞ്ചുകളെല്ലാം അടക്കി പിടിച്ചിട്ടും കൊതി തീർന്നില്ല ഈപ്പച്ചൻ. ഇനി അതങ്ങ് മതിയാക്കണം. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ മനസ്സിലാക്കണമെങ്കിൽ കള്ളും കള്ളച്ചാരായും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് പിച്ചക്കാർക്ക് വെച്ചു വിളമ്പി നാട്ടുകാർക്ക് മുമ്പിൽ ഞെളിഞ്ഞാ പോരാ.
ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ടു ഇറവറൻസ് ആൻഡ് ഔട്ട് സ്പോക്കൺ. അടിപൊളി. പൊളി പൊളി. അടുത്തതായിട്ട് അതേപോലെ തന്നെ മറ്റൊരു പഴയകാല നടൻ തന്നെയാണ് KPSC അസീസ്. അസീസിക്കയുടെ പേരാണ് KPSC അസീസ്. എന്നാലും എൻ്റെ സാറേ, സാർ ഇങ്ങനൊരു തൊട്ടാവാടി ആയാലോ? എനിക്ക് IPS ഇല്ല, പറഞ്ഞു വരുമ്പോൾ സാറിൻ്റെ അത്രയും നക്ഷത്രവുമില്ല. 15 വർഷത്തെ സർവീസ് കൂടുതലുണ്ട്. ആ ഒരു കൺസിഡറേഷൻ ഇന്നലെ സാർ എനിക്ക് തന്നില്ല. സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി വെളുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഞാനീ പറഞ്ഞു വരുന്നത് എന്നതാന്ന് വെച്ചാൽ, നമുക്ക് ഈ കാക്കയും തൊപ്പിയും വെച്ച് നല്ല കാലത്തോളം കഴിയണേൽ താഹറയും പിണക്കാനൊക്കുകയല്ല, ഷെട്ടിയെയും പിണക്കാനൊക്കുകയല്ല. ചീരിയെയും പാമ്പിനെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലിട്ട് വളർത്തുന്ന പോലൊരു ടെക്നിക്കാതെ വലിയ പാടൊന്നുമില്ലെന്നേ. നമ്മൾ വെറുതെ വഴാതങ്ങ് നിന്നാ മതി, പിന്നല്ലാതെ. ആരാണ് ചേട്ടാ അടുത്തതായിട്ട് ജനാർദ്ദനൻ ചേട്ടൻ്റെ പഴയ കാലത്തെ ഒരു 80-85 കാലഘട്ടത്തിലുള്ള പഴയ വോയിസ്. എടാ, എനിക്കൊരു ബോട്ടിൽ മദ്യം വേണം. നിന്നെ ഞാനൊരു വേലക്കാരനായി കണ്ടിട്ടല്ല. തിരക്കെന്റെ ശ്രീദേവിയെ അറിയുമോ? ഞാൻ അവളെ അറിയാൻ ശ്രമിച്ചു, അതാ എനിക്ക് പറ്റിയ തെറ്റ്. അവൾ എൻ്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഒടുവിൽ അവൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഒടുവിൽ ഞാൻ അവൾക്ക് ആരുമല്ലാതായി. നഷ്ടപ്പെടലിൻ്റെ വേദന എന്തെന്ന് നിനക്കറിയുമോ? എവിടെ അറിയാൻ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. കോമഡി വോയിസ് അറിയോ? പുതിയ വോയിസ് അല്ലേ? പുതിയ വോയിസ് ചെയ്യാൻ പറ്റുമോ? ഇവനാണ് കൊള്ളാം. ഇപ്പോഴത്തെ ആട്ടെ, എന്താ പേര്? നീ പൊള്ളപ്പനല്ലടാ, തനി തങ്കമല്ലേ, തങ്കം. രണ്ട് ഗംഭീരം. അടുത്തതായിട്ട് തുടരും മൂവിയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ മറ്റ് 2 പേരൊന്ന് അവതരിപ്പിച്ചാൽ, പഴയ കാലത്തെ ഒരു വില്ലൻ താരമായ TG രവിച്ചേട്ടൻ പറഞ്ഞാൽ ജോർജ് സാറിൻ്റെ ക്യാരക്ടർ എങ്ങനെ ആവും? 36 വർഷമായടാ ബെൻസേ ഞാനീ പോലീസില്. ഇതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പല ചെറ്റത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡൽ വായിച്ചിറങ്ങുമ്പോൾ ഈ ജോസാറ് പഴയ ജോസാർ തന്നെയാടാ. ശബിയെ അടുത്തായിട്ട് ജോർജ് സാറായിട്ട് നമ്മുടെ മറ്റൊരു ജോർജ് സാറ്, PC ജോർജ് സാറ്. 36 വർഷമാണ് ബെൽസേ ഞാൻ ഈ പോലീസിൽ. ഇതിനിടയിലേ പല തെമ്മാർത്തരങ്ങളെ ഞാൻ കാണുന്നു. എന്നോടൊന്നും ചോദിക്കാൻ വന്നിട്ടില്ല. ഇങ്ങനെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയറായി DYSP മെഡൽ വായിച്ച് ഇറങ്ങുമ്പോ ഈ ജോർസാറ് പഴയ ജോർസാറാ വന്നേക്കൊന്ന് കഥ പറയാൻ. എന്റെ അരിച്ചേട്ടാ, നിങ്ങൾ ചെയ്ത എല്ലാം ഗംഭീരമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ മിമിക്രി വോയിസ് എടുക്കുന്നവര് അവരവരുടെ വോയിസിന്റെ ആ ഡെപ്ത് അനുസരിച്ചിട്ടുള്ളതാണ് എടുക്കുന്നത്. ചിലപ്പം മറ്റേ ഇപ്പൊ ജോർജ് സാറിന് എടുത്ത ആൾക്കാർ ഒരിക്കലും ഇന്ദ്രൻ സൈഡിന്റെ എടുക്കാറില്ല. ആ വോയിസിന് പറ്റിയ സാധനങ്ങൾ എടുക്കാറില്ല. പക്ഷെ നിങ്ങൾ ഗംഭീരമായിട്ട് നിങ്ങൾ എടുത്തത് എല്ലാം പെർഫെക്റ്റ്. ട്രിബിളും അതുപോലെ ബേസ് എല്ലാം വിനിയോഗിക്കുന്നുണ്ട് ഹരീഷൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളെ വോയിസിന്റെ 3 മോഡുലേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പെർഫെക്ഷൻ അതിലപ്പുറമാണ് കേട്ടോ. പിന്നെ സെലക്ഷൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? സത്യം, ഒരു 15 വർഷത്തോളം ഗൾഫിലായിരുന്നു. അതാണ് ഇത്ര പെർഫെക്ഷൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് നിങ്ങളെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്
മിമിക്രിയൊക്കെ ചെയ്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്കായിട്ട് ഇങ്ങനെ പോയി പോയല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷനിൽപ്പെട്ട നമുക്ക് കുറച്ച് പിള്ളേരുണ്ടല്ലോ, അവര് ആരൊക്കെ ചെയ്യണത്? ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് ട്രൈ ചെയ്തുകൊണ്ട് അത് വേണം. അത് ഒരു പൂർണ്ണത വന്നെങ്കിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുള്ളൂ. തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നല്ലേ അടിപൊളി, ഗംഭീരം, ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ. എല്ലാം വെറൈറ്റി ഡയലോഗുകളാ, വേറെ ആരും പറഞ്ഞു വെച്ചതല്ല. കാരണം മിമിക്രിക്കാര് പറയാത്ത ഡയലോഗുകളാണ് പരീക്ഷിച്ചത്. അടിപൊളി. ഹരിച്ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനമ്മ, ഭാര്യ, 2 കുട്ടികൾ. അച്ഛന്റെ പേരെന്താണ്? ചന്ദ്രൻ എന്നാണ്. അച്ഛന് ജോലി എന്താണ്? അച്ഛന് ജോലി ഒരു കടയായിരുന്നു, ഇപ്പം പ്രായമായപ്പോ കട നിർത്തി. അമ്മ ഹൗസ് വൈഫ്. നമ്മുടെ പേര് ഓമന. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് ശ്രീകല, ആള് സൗദിയിലാണ്. ജോലി ഉണ്ടല്ലേ? മക്കള് കൂടെ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഗൾഫിലെ പരിപാടികളെല്ലാം തീർന്ന് നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാം ഇപ്പൊ നാട്ടിലാണ്. എന്തായാലും അല്ല, ഇനി ഗൾഫിൽ പരിപാടിക്ക് പോകേണ്ടി വരും. അതെ കറക്റ്റ്. അങ്ങനെ പോകാൻ പറ്റട്ടെ ചേട്ടാ. ഒരുപാട് വേദികൾ ചേട്ടൻ ഇപ്പൊ ഈ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് കഴിയുമ്പോൾ വരും എന്നുള്ളതിൽ കൺഫേം അല്ലേ സിസിക? അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഇപ്പൊ ഈ ഫ്ലോറിൽ ഒരു സെഗ്മെന്റും കൂടി തുടങ്ങാൻ പോകുന്നുണ്ട്. മിമിക്രി മഹോത്സവം എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് ആളെ കിട്ടിയേക്കണത്. അപ്പൊ ഇനി തുടർച്ചയായിട്ട് അങ്ങനത്തെ ഒരു സെഗ്മെന്റ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ എന്താ ഗംഭീര തുടക്കമായി പോയിട്ടാ. അപ്കരണമായിരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സെഗ്മെന്റിന് ഹരിച്ചേട്ടൻ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ ഇതിന്റെ ഓഡിഷൻ വരാൻ പോവാണ്. ആ സെഗ്മെന്റ് ഉദ്ഘാടനം ചെയ്തത് ഹരിബ്രോ. ഹരിച്ചേട്ടൻ. കാരണം ഇനി എവിടെയൊക്കെ മിമിക്രിക്കാർ ഇതേപോലെ ഒളിഞ്ഞ് ഇരിപ്പുണ്ട്, അവരൊക്കെ നമ്മൾ പൊക്കിയെടുക്കും. അവരൊക്കെ പൊങ്ങി വരാനുള്ള സാധ്യതകളാണ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ കൊണ്ടുവരാൻ പോണത്. അതാണ് മിമിക്രി മഹോത്സവം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എവിടെയായിരുന്നു? ദുബായിലും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി എടുക്കേണ്ടത്, അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓഡീഷനിൽ പങ്കെടുത്തിട്ട് നമുക്ക് ഇവിടെ വരാം, നമ്മുടെ കഴിവ് തെളിയിക്കാം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മിമിക്രി മഹോത്സവത്തിനായിട്ട്. എന്തായാലും ഹരിച്ചേട്ടാ പുറത്തൊക്കെ പോയി ജോലി ചെയ്തെങ്കിലും ഇത്രയും വർഷം ആ ഒരു കലയെ പോളിഷ് ചെയ്ത് വെച്ചല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇത്ര ഗംഭീരമായിട്ട് നമ്മൾ എന്റർടൈൻ ചെയ്യാനായിട്ട് ചേട്ടന് പറ്റി. എന്തായാലും ഇനിയും വരണം കേട്ടോ. നമ്മുടെ മിമിക്രി മഹോത്സവം വരുമ്പോ ചേട്ടൻ ഇനിയും വരണം, ഇടയ്ക്കിടയ്ക്ക് വരിക. ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ന്യൂ ജനറേഷൻ കൂടി ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പൊ കംപ്ലീറ്റ് ആവും. അപ്പൊ ഗോഡ് ബ്ലെസ് യു ചേട്ടാ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു തകർപ്പൻ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ബിജുകുടൻ ചേട്ടൻ ചിരിച്ച് വെള്ളം കുടിക്കാറായി അവസ്ഥയല്ലേ? വയറുവേദനിക്കുന്നില്ലേ? ഇനി അല്പനേരം നിങ്ങൾക്കും ഞങ്ങൾക്കും വിശ്രമം എന്ന് പറയുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓഡിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങള്. അപ്പൊ എന്താ, നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.